നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ. പ്രധാന വാർത്തകൾ. 58ാമത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം സെപ്റ്റംബർ 19 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പമ്പയാറ്റിൽ കുര്യത്ത് കടവിലുള്ള മാന്നാർ മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിലാണ് ജലോത്സവം നടത്തുന്നത്. മണ്ണഞ്ചേരി അൽഷിഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാർഡിയോളജി പൾമണോളജി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ണഞ്ചേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. പുന്നപ്ര സർവോദയ ശാന്തിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിന്റെ ആത്മകഥയായ കാരുണ്യത്തിന്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പ് പ്രകാശനം ചെയ്തു. തെക്കനാരിയാട് ഐക്യഭാരതം ശ്രീനാരായണ പ്രാർത്ഥനാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചതേ ദിനാഘോഷവും നവീകരിച്ച ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി P. പ്രസാദ് നിർവഹിക്കും. ഉമ്മൻചാണ്ടി സ്നേഹസ്പർശത്തിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഡയാലിസിസ് കിറ്റുകൾ നൽകി. ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മറിയ ഉമ്മൻ ഡയാലിസിസ് കിറ്റുകൾ ആശുപത്രി അധികൃതർക്ക് കൈമാറി. വാർത്തകൾ വിശദമായി. 58ാമത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം സെപ്റ്റംബർ 19 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പമ്പയാറ്റിൽ കുര്യത്ത് കടവിലുള്ള മാന്നാർ മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിലാണ് ജലോത്സവം നടത്തുന്നത്. 58ാമത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം സെപ്റ്റംബർ 19 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സെപ്റ്റംബർ മാസം 19-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് വ്യാഴാഴ്ച നടത്തുവാനാണ് ജലോത്സവ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് കൂടിയ ജനറൽ ബോഡി യോഗത്തിലാണ് ഈ ജലോത്സവം സെപ്റ്റംബർ 19 നടത്തുവാനായിട്ട് തീരുമാനിച്ചത്. കേരളത്തിലെ പ്രശസ്തങ്ങളായ 12 ചുണ്ടൻ വള്ളങ്ങളും 9 ഉപ്പ് വള്ളങ്ങളും ഉൾപ്പെടെയുള്ള കളിവള്ളങ്ങൾ ഈ ജലമേളയിൽ പങ്കെടുക്കും. നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്ന ഫൈനൽ സംവിധാനത്തിൽ വരുന്ന ചുണ്ടൻ വള്ളങ്ങൾ വിയപുരം ചുണ്ടനും നെരണം ചുണ്ടനും മേപ്പാടം ചുണ്ടനും കടവിൽ ചുണ്ടനും അങ്ങനെ തലവടി ചുണ്ടൻ കാരിച്ച ഇങ്ങനെ എല്ലാ പ്രശസ്തമായ വള്ളങ്ങളെല്ലാം തന്നെ നെഹ്റു ട്രോഫിയോടൊപ്പം തന്നെ ഈ ജലമേളയിലും പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള പമ്പയാറ്റിൽ കുര്യത്ത് കടവിലുള്ള മാന്നാർ മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിലാണ് ജലോത്സവം നടത്തുന്നത്. കാരിച്ചാൽ ചെറുതന ചുണ്ടനുകളടക്കം 12ഓളം ചുണ്ടൻ വള്ളങ്ങളും മറ്റു നിരവധി കളിവള്ളങ്ങളും മത്സരത്തിൽ മാറ്റുരയ്ക്കും. വള്ളംകളി ആഘോഷമല്ല, മറിച്ച് ഒരു സ്പോർട്സ് ആയതുകൊണ്ടും മാസങ്ങളായി വള്ളങ്ങൾ ട്രയൽ ചെയ്ത് ലക്ഷങ്ങൾ ചിലവാക്കിയ ബോട്ട് ക്ലബ്ബുകളുടെയും ജലോത്സവ പ്രേമികളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ഓണക്കാലത്ത് നിശ്ചയിച്ച തീയതിയിൽ തന്നെ ജലോത്സവം നടത്തുവാൻ സംഘാടക സമിതി തീരുമാനിച്ചതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇത് സംബന്ധിച്ച് സർക്കാരിന് കത്ത് നൽകിയതായും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് N. ശൈലാജ്, KP. സോമരാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മണ്ണഞ്ചേരി അൽഷിഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാർഡിയോളജി പൾമണോളജി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ണഞ്ചേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. മണ്ണഞ്ചേരി അൽഷിഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ കാർഡിയോളജി പൾമണോളജി ജനറൽ മെഡിസിൻ പീഡിയാട്രിക് വിഭാഗങ്ങളിലായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മണ്ണഞ്ചേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന അൽഷിഫയെ കുറിച്ച് നമ്മൾ പറയാൻ സാധിക്കില്ല. കാരണം ഇവിടെ മണ്ണഞ്ചേരിയിൽ പാലിയേറ്റീവ് രംഗത്ത് അതുപോലെ തന്നെ നമ്മുടെ ദരിദ്രരായ രോഗികൾക്ക് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ നൽകുന്ന ട്രസ്റ്റാണ് അൽഷിഫ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ധാരാളം ആളുകൾക്ക് അവർ ചികിത്സ സഹായം കൊടുക്കുന്നുണ്ട്. അതായത് ഇതിനകത്ത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അർഹരായിട്ടുള്ളവർ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തീർച്ചയായും അവരെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ അവർ ചെയ്തു കൊടുക്കും. അപ്പോൾ തുടർന്ന് ഇനിയും ഇത്തരം സഹായങ്ങൾ ഉണ്ടാകട്ടെ. ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ നമുക്ക് ഇനിയും നടത്തണം. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കണം. അപ്പോൾ അതിനുവേണ്ടി അൽഷിഫ ഇനിയും ഇത്തരം കാര്യങ്ങൾ ചെയ്യട്ടെ. ഇപ്പോൾ ചെയ്തതിന് എല്ലാവിധ ആശംസകളും മണ്ണഞ്ചേരി പഞ്ചായത്തിന്റെ പേരിൽ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ അൽഷിഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇടപെടൽ തീർത്തും മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിൽ അൽഷിഫ പ്രസിഡന്റ് S. മുഹമ്മദ് കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. അൽഷിഫ ജനറൽ സെക്രട്ടറി ഷാജി പനമ്പള്ളി ആമുഖ പ്രഭാഷണം നടത്തി.
മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS സന്തോഷ്, രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ചെയർമാൻ KV മേഘനാഥൻ, സിറാജ് കമ്പിയകം, നജീബ് ഹബീബ്, അഷ്റഫ് പനക്കൽ, നസീർ പൂവത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ ക്യാമ്പ് ഉപസമിതി സെക്രട്ടറി B. അനസ് ചടങ്ങിന് സ്വാഗതവും ഉപാധ്യക്ഷൻ നാസർ കോര്യമ്പള്ളി നന്ദിയും പറഞ്ഞു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടും കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ അബ്ദുൽ സലാം, പൾമണോളജിസ്റ്റ് ഡോക്ടർ സായിലാൽ, ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ KM സിറാബുദ്ദീൻ എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പിൽ 25ഓളം പാരാമെഡിക്കൽ ജീവനക്കാരും സംബന്ധിച്ചു. ക്യാമ്പിന് മുന്നോടിയായി സൗജന്യ തൈറോയ്ഡ് പരിശോധനയും മറ്റ് വിവിധ രോഗനിർണയ രക്തപരിശോധന അടക്കം നടത്തിയിരുന്നു. ഞായറാഴ്ച സംഘടിപ്പിച്ച ക്യാമ്പിൽ PFT, പ്രമേഹം, ECG അടക്കമുള്ള പരിശോധനകളും സൗജന്യമായി നടത്തിയിരുന്നു. വിവിധ കേന്ദ്രങ്ങളിലെ രജിസ്ട്രേഷൻ സൗകര്യം പ്രയോജനപ്പെടുത്തി 300-ൽ പരം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. അർബുദം ആരംഭത്തിൽ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കാനായാൽ ഭേദപ്പെടുത്താനാകുമെന്നതിനാൽ അൽഷിഫായുടെ നേതൃത്വത്തിൽ അർബുദ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്ന ഭാരവാഹികൾ പറഞ്ഞു. ആരോഗ്യസമ്പന്നമായ പൊതുസമൂഹത്തെ സൃഷ്ടിക്കുക. പണമില്ലാത്തതിൻ്റെ പേരിൽ ആരും തന്നെ ചികിത്സ ലഭിക്കാതെ ബുദ്ധിമുട്ടിരുന്നതാണ് കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി മണ്ണഞ്ചേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽഷിഫ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തന ലക്ഷ്യമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പുന്നപ്ര സർവോദയ ശാന്തി ഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിൻ്റെ ആത്മകഥയായ കാരുണ്യത്തിൻ്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിൻ്റെ 2ാം പതിപ്പ് പ്രകാശനം ചെയ്തു. ശാന്തി ഭവൻ മാനേജിംഗ് ട്രസ്റ്റി മാത്യു ആൽബിൻ്റെ ആത്മകഥ കാരുണ്യത്തിൻ്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിൻ്റെ 2ാം പതിപ്പ് പ്രകാശനം ചെയ്തു. ശാന്തി ഭവനിൽ സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങിൽ ഫാദർ ഈനാശു വിൻസെന്റ് ചിറ്റിലപ്പള്ളി ഫിലിപ്പോസ് തത്തമ്പള്ളിക്ക് പുസ്തകം നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഈ ആശ്രമത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ മക്കളെ എങ്ങനെ സ്വീകരിക്കണമെന്നൊക്കെ കുറ്റിക്കിലച്ചൻ, ബഹുമാനപ്പെട്ട കുറ്റിക്കിലച്ചൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് വിശദീകരിച്ച് പോകുന്നില്ല. 2ാം പതിപ്പ് അച്ചടിച്ചത് ഏകദേശം 400 കോപ്പികളാണെന്നാണ് ആൽബിനപ്പനിലൂടെ ഞാൻ അറിഞ്ഞത്. ഇതിൻ്റെ 3ാം പതിപ്പ് 4000-ആയി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. എല്ലാ മനസ്സാക്ഷിയുള്ള എല്ലാ മനുഷ്യരും വായിച്ചിരിക്കും. കനൽ വഴിക്ക് 2 വശമുണ്ടെന്നും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ കനൽ അനുഭവങ്ങളും കാരുണ്യത്തിൻ്റെ തണൽ സ്പർശവുമാണ് അവയെന്നും ഫാദർ ഈനാശു വിൻസെന്റ് ചിറ്റിലപ്പള്ളി പറഞ്ഞു. ശാന്തി ഭവൻ ട്രസ്റ്റി ബിനോയ് തങ്കച്ചൻ ചടങ്ങിൽ അധ്യക്ഷനായി. ആത്മകഥയുടെ രചയിതാവ് കൈനഗരി അപ്പച്ചനെയും മികച്ച കരനെല്ല് കർഷക അവാർഡ് ജേതാവ് P. കുഞ്ഞുമോനെയും ചടങ്ങിൽ ബ്രദർ മാത്യു ആൽബിൻ ആദരിച്ചു. ഡോക്ടർ നെടുമുടി ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കാരുണ്യത്തിൻ്റെ കനൽ വഴികൾ എന്ന ആൽബിൻ്റെ ആത്മകഥ ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്യണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അഡ്വക്കേറ്റ് നാസർ പൈങ്ങാമടം മുഖ്യാതിഥിയായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ M. മാക്കിയിൽ, കവയത്രി വിനയശ്രീ, വയലാർ ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല, CA ജോസഫ് മാരാരിക്കുളം, കമാൽ M. മാക്കിയിൽ, പുന്നപ്ര അപ്പച്ചൻ, ബേബി പറക്കാടൻ, രാജു പള്ളിപ്പറമ്പിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. B. ജോസുകുട്ടി ചടങ്ങിന് സ്വാഗതവും കൈനഗരി അപ്പച്ചൻ നന്ദിയും പറഞ്ഞു. തെക്കനാരിയാട് ഐക്യഭാരതം ശ്രീനാരായണ പ്രാർത്ഥനാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചതയ ദിനാഘോഷവും നവീകരിച്ച ഗുരുമന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും മന്ത്രി P. പ്രസാദ് നിർവഹിക്കും. തെക്കനാരിയാട് ഐക്യഭാരതം ശ്രീനാരായണ പ്രാർത്ഥനാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചതയ ദിനാഘോഷവും നവീകരിച്ച ഗുരുമന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും മന്ത്രി P. പ്രസാദ് നിർവഹിക്കും. 20-ാം തീയതി രാവിലെ 8:30-നാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ശ്രീനാരായണ പ്രാർത്ഥനാ സമിതി പ്രസിഡന്റ് N. ഹരിലാൽ ചടങ്ങിൽ അധ്യക്ഷനാകും. ഉദ്ഘാടനത്തെ തുടർന്ന് മന്ത്രി P. പ്രസാദ് പ്രതിഭകളെ ആദരിക്കും. PP ചിത്തരഞ്ജൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. SNDP അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ ആദ്യകാല SNDP പ്രവർത്തകരെ ആദരിക്കും. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹേന്ദ്രൻ പുരസ്കാരം വിതരണം ചെയ്യും. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സന്തോഷ് ലാൽ, അഡ്വക്കേറ്റ് ഷീന സനൽകുമാർ, VK പ്രകാശ് ബാബു, അഡ്വക്കേറ്റ് AM. രവീന്ദ്രദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. നവീകരണ കമ്മിറ്റി ചെയർമാൻ KP മോഹൻദാസ് ചടങ്ങിന് സ്വാഗതം പറയും. സമിതി സെക്രട്ടറി MS ബാബു, ട്രഷറർ KM അരുൾ, മറ്റ് ഭാരവാഹികളടക്കം ചടങ്ങിൽ സംബന്ധിക്കും. ഉമ്മൻചാണ്ടി സ്നേഹസ്പർശത്തിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഡയാലിസിസ് കിറ്റുകൾ നൽകി. ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മറിയ ഉമ്മൻ ഡയാലിസിസ് കിറ്റുകൾ ആശുപത്രി അധികൃതർക്ക് കൈമാറി. ഉമ്മൻചാണ്ടി സ്നേഹസ്പർശത്തിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഡയാലിസിസ് കിറ്റുകൾ നൽകി.
ആശുപത്രിയിൽ സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മറിയ ഉമ്മൻ ഡയാലിസിസ് കിറ്റുകൾ ആശുപത്രി അധികൃതർക്ക് കൈമാറി. ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡയാലിസിസ് യൂണിറ്റ്സ് ഇടുന്നു, പക്ഷേ എത്ര ഇട്ടാലും തീരാത്ത അത്രയും പേഷ്യൻസും നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കൂടുന്നതനുസരിച്ച് പേഷ്യൻസ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഇങ്ങനെ ജോയ് ആലുക്കാസ് പോലുള്ള ആളുകൾ ചെയ്യുന്നത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. അതിന് മുൻകൈ എടുത്ത് വന്ന ഇവരെ എല്ലാവരെയും പ്രശംസിക്കുകയാണ്, നിസാറിനെ പ്രശംസിക്കുക, അവർ ആശംസകൾ അർപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം എന്ന പേരിലാണ് ഇത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അപ്പ എപ്പോഴും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഏറ്റവും മുൻഗണന നൽകിയിരുന്നത്. കാരുണ്യ പ്രവർത്തനമായിരുന്നു അപ്പയുടെ മുഖമുദ്ര. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അത് ഇങ്ങനത്തെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അപ്പയുടെ ആത്മാവ് വളരെ തങ്ങളുടെ പിതാവ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെടുകയും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്നുവെന്ന് മറിയ ഉമ്മൻ അനുസ്മരിച്ചു. DCC ജനറൽ സെക്രട്ടറി P. സാബു, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി UM കബീർ, കോൺഗ്രസ് അമ്പലപ്പുഴ MCH മണ്ഡലം പ്രസിഡന്റ് B. റഫീഖ്, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഹീൻ മുപ്പതിൽ ചിറ, R. രാധിക, G. ജിനേഷ്, നിസാർ വെള്ളാപ്പള്ളി, സമീർ പാലമ്മൂട്, നസീർ കരിമാടി, Y. നസീർ, S. സിറാജ്, ഹാദി ഹസൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 58ാമത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം സെപ്റ്റംബർ 19 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പമ്പയാറ്റിൽ കുര്യത്ത് കടവിലുള്ള മാന്നാർ മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിലാണ് ജലോത്സവം നടത്തുന്നത്. മണ്ണഞ്ചേരി അൽഷിഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാർഡിയോളജി പൾമണോളജി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ണഞ്ചേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. പുന്നപ്ര സർവോദയ ശാന്തിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിന്റെ ആത്മകഥയായ കാരുണ്യത്തിന്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പ് പ്രകാശനം ചെയ്തു. തെക്കനാരിയാട് ഐക്യഭാരതം ശ്രീനാരായണ പ്രാർത്ഥനാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചതേ ദിനാഘോഷവും നവീകരിച്ച ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി P. പ്രസാദ് നിർവഹിക്കും. ഉമ്മൻചാണ്ടി സ്നേഹസ്പർശത്തിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഡയാലിസിസ് കിറ്റുകൾ നൽകി. ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മറിയ ഉമ്മൻ ഡയാലിസിസ് കിറ്റുകൾ ആശുപത്രി അധികൃതർക്ക് കൈമാറി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.